ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുത്തച്ഛൻ ഇന്ന് ഉറങ്ങാതെ കാത്തിരിക്കുക കേട്ടോ. അപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് കയറി ചെന്ന് വാതിലിൽ മുട്ടുന്നത്. മോ വന്നോ എന്നും ചോദിച്ച് മുത്തച്ഛന് ഭയങ്കര സന്തോഷം, കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹത്തോടു കൂടി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നീ വരുമെന്ന് പറഞ്ഞതുകൊണ്ടേ ഞാൻ നേരത്തെ എഴുന്നേറ്റതാണെന്നും യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം സുഖമായിരുന്നു മുത്തശ്ശ. പിന്നെ മുത്തശ്ശൻ പെട്ടെന്ന് ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിലേ ഞാനിപ്പോൾ ജയിലിൽ തന്നെ ആയേനേന്ന് ആദർശു മുത്തശ്ശനോട് പറയാം. ഒരുപാട് പാടുപെട്ടു. അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട്. പിന്നെ മോനെ കൊടുക്കാൻ ശ്രമിച്ചവരെ വലിയ കെട്ടാണ് കെട്ടിയിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ AM ജ്വല്ലറി നമ്മൾ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ നോക്കുന്നത് എന്ന് മുത്തശ്ശനോട് ആദർശ നേരം പറയുക കേട്ടോ. ഗൾഫിൽ അവന്മാരും മുന്നിൽ കയറിയല്ലേ എന്ന് ചോദിക്കുമ്പം അതേ മുത്തശ്ശാന്നും ശരിയാണെന്നും പറയാം ആദർശ്. അപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ ബാക്ക് ബോൺ മോനാണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് മോനെ അകത്താക്കാൻ അവർ ശ്രമിച്ചതെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയുക. അത് പിന്നെ അതോടുകൂടി ഇവിടുത്തെ ബിസിനസ്സിൻ്റെ താളമൊക്കെ തെറ്റുമെന്നും അവന്മാർക്കറിയാം. അവരിവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞെന്നും ഇനിയിപ്പോൾ തഴച്ചു വളരാനാണ് അവന്മാർ നോക്കുന്നത് എന്ന കാര്യമൊക്കെ മുത്തശ്ശൻ പറയുക. നമ്മൾ നമ്പർ 1 ആകാൻ വേണ്ടി ഇത്രയും വൃത്തികെട്ട കളികളൊന്നും ഇന്നുവരെ കളിച്ചിട്ടില്ല. എതിരാളികളെ മാനസികമായി തകർക്കാനായിട്ട് നമ്മൾ നോക്കിയിട്ടുമില്ല. നമ്മൾ സത്യസന്ധമായി ബിസിനസ് ചെയ്തിട്ടാണ് മുന്നിലെത്തിയതെന്ന് പറയുമ്പോൾ, എന്നാൽ നമ്മുടെ എതിരാളികൾ അങ്ങനെയല്ല മുത്തശ്ശൻ. ഗൾഫിലുള്ള മിക്ക ജ്വല്ലറികളും അവർ വാങ്ങി, നമ്മളെയാണ് അവർക്ക് തൊടാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ ആരാണ് ഈ AM ജ്വല്ലറിയുടെ MD എന്ന് ചോദിച്ചു മുത്തശ്ശൻ. അതിന് വ്യക്തമായൊരു ധാരണ ഇതുവരെ കിട്ടിയിട്ടില്ല. 4-5 പേര് ചേർന്നിട്ടുള്ളൊരു കമ്പനിയാണെന്ന് അറിഞ്ഞതെന്ന് ആദർശ് നേരം പറഞ്ഞു. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നിങ്ങനെ ആദർശ് പറയുമ്പം, നീ എന്തായാലും യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ, ഇവിടെ പലരും അറിഞ്ഞിട്ടില്ല നീ വരുന്ന കാര്യമൊന്നും. മോൻ പോയി കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങാനും മുത്തശ്ശൻ പറയുക. അതുപോലെ തന്നെ മോനെ കാത്തിരുന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു മോള്. ആ കുട്ടിയെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ ശരി മുത്തശ്ശൻ, ഞാൻ ഇന്ന് പോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ആദർശ് അവിടെ നിന്ന് പോയി. പിന്നെ മുത്തശ്ശൻ ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ ആദർശ് റൂമിലേക്ക് ചെന്ന് വാതിലടച്ചു. അപ്പോഴത്തേക്ക് നയനെ എഴുന്നേറ്റ് എന്ന് ആദർശേട്ടനെ കെട്ടിപ്പിടിച്ച് ആദർശേട്ടനൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കിടക്കുക കേട്ടോ. നയനയ്ക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ആദർശേട്ടനെ കണ്ടതിൽ. അപ്പോൾ കാണാതിരുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ എന്ന് ആദർശ് ചോദിച്ചു. അപ്പോൾ അത് മാത്രമല്ല ആദർശേട്ടാ, ഇനി ഉടനെ കാണാൻ പറ്റില്ല എന്ന് കരുതിയ ആളെ കണ്ടതിൻ്റെ സന്തോഷമോ എനിക്കിപ്പോൾ ഉള്ളത് എന്ന് നയന ആദർശിനോട് പറയാം. എന്ന് വെച്ചാൽ ഇടയ്ക്ക് ആദർശേട്ടൻ ജയിലിലാണെന്ന് ഉറപ്പിച്ചതായിരുന്നില്ലേ എന്നും നയന ചോദിക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് കാരണം ഞാനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്നെ ഗൾഫിലേക്ക് വരുത്താൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കിയതുപോലെയാണ് ഓരോരോ സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അതിൽ നമ്മുടെ കമ്പനിയുടെ അകത്തുള്ളവരുടെ പങ്ക് നമുക്ക് ശരിക്കും അന്വേഷിക്കേണ്ടി വരുമെന്നും ആദർശ് പറഞ്ഞു. അത് ആദ്യം കമ്പനിയുടെ മറവിൽ മൂർത്തി ജ്വല്ലറിയിൽ സ്വർണം വിറ്റതുപോലെ കമ്പനിക്ക് അകത്തുള്ളവർ തന്നെ ശത്രുക്കൾക്ക് പലതും ചോർത്തി കൊടുത്തിരിക്കുന്നതെന്ന കാര്യവും ആദർശ് നയനയോട് പറയുക. അത് കൃത്യമായി കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനാളെയൊക്കെ ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കൊച്ചിയിലെയും കോഴിക്കോടെയും മാനേജ്മാരൊക്കെ ദുബായിൽ കുറച്ച് ദിവസം നിർത്താനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ശുദ്ധികലശം അത് എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ എന്നും പറയും. അല്ല ഇനിയിപ്പോൾ ഉടനെ പോകേണ്ടി വരുമോ ആദർശേട്ടാന്ന് ചോദിക്കുമ്പം, അത് പറ്റത്തില്ലല്ലോ, അങ്ങനെ പോയാൽ ഇവിടെ ഒരാളാകെ വിഷമിക്കത്തില്ലേ എന്ന് ആദർശ് നയനയോട് ചോദിക്കുക. പിന്നെ അല്ലെങ്കിലും ഇനി പോകേണ്ടി വന്നാൽ എന്നെ ഒഴിവാക്കിയിട്ട് അച്ഛനെ ഇളയച്ചനെ പോകത്തുള്ളൂ എന്നും പറഞ്ഞു ആദർശ്. മുത്തശ്ശനെല്ലാം അറിയായിരുന്നു, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവസാന നിമിഷം വരെ മുത്തശ്ശൻ ഇരുന്നതെന്ന കാര്യമൊക്കെ നയന പറയുമ്പം, ഞാനും അറിഞ്ഞില്ലെന്നേ ഇതിനിടയിൽ മുത്തശ്ശൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മുത്തശ്ശൻ എത്രത്തോളം പരിശ്രമിച്ചു എന്നുള്ളത് ഞാൻ പോലും അറിയുന്നതെന്ന കാര്യവും പറയുവാണ്. പിന്നെ അവിടെ അറബികൾക്കിടയിൽ നമുക്കായിട്ടൊരു ഗുഡ് വില്ലുണ്ട്, അതൊക്കെ മുത്തശ്ശനായിട്ട് ഉണ്ടാക്കിയതാണെന്നും അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തുണച്ചതെന്നും ഇങ്ങനെ ആദർശ് പറയുമ്പോൾ, എന്തായാലും ഈ സമയത്ത് ആദർശേട്ടൻ വന്ന് എന്തുകൊണ്ട് നന്നായി, അതുകൊണ്ട് ഈ വരവ് ആരും അറിഞ്ഞിട്ടില്ല എന്നും നയന ആദർശിനോട് പറയൂ കേട്ടോ. ഞാൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ ആഹ്ലാദത്തോടെ ആ വാർത്ത കേട്ടവർ സന്തോഷിക്കുന്നുണ്ടല്ലോ, അവരെ കുറച്ചുകൂടി അങ്ങ് സന്തോഷിക്കട്ടെ എന്ന് ആദർശ് പറഞ്ഞു. എന്തായാലും അതിനിടയ്ക്ക് അപ്പച്ചോട് അമ്മയ്ക്ക് ചില സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു എന്ന് നയന ആദർശിനോട് പറയുമ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുക. സഹി കേട്ടൊരവസരത്തിലാണ് അമ്മ അത് പറഞ്ഞു പോയതെന്ന് പറയുമ്പം, അത് കുഴപ്പമില്ല, അവരും അത് അറിയട്ടെ. ഏത് നേരവും സ്വന്തം മോനെ ന്യായീകരിച്ച് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ അവർ. അപ്പച്ചിയും നിൻ്റെ ചേച്ചിയൊക്കെ അവരെന്താ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നേ. അപ്പോൾ ഒരാളെങ്കിലും സത്യം അറിയുന്നത് തന്നെയാണ് നല്ലത് എന്ന് ആദർശ നയനയോട് പറയുകയാണ്. പിന്നെ ഇനി എനിക്കെതിരെ സംസാരിക്കാനേ അവരുടെ നാവും പൊങ്ങില്ലല്ലോ എന്നും പറഞ്ഞു. ഞാനേ ഒന്ന് ഫ്രഷായിട്ട് വരാമെന്നും പറഞ്ഞ് ആദർശ് ബാത്റൂമിലേക്ക് പോയി. നയന ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനി നന്ദുവിനെ ഫോണിൽ വിളിക്കുക. അപ്പം നന്ദു നല്ല ഉറക്കത്തിലാട്ടോ. എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സമയത്തൊന്നും എന്നെ വിളിക്കരുതെന്ന്.
അപ്പോൾ എടി ഇപ്പോൾ ഒരു നല്ല വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയും. അതിന് നാളത്തേക്ക് മാറ്റി വെക്കേണ്ടെന്ന് തോന്നിയെന്ന് പറയുമ്പം പറഞ്ഞിട്ട് വേഗം വയ്ക്കാൻ നോക്കിക്കേടാന്ന് നന്ദു. എടി എൻ്റെ ഏട്ടൻ തിരിച്ചു വന്നു എന്ന് പറയുമ്പോഴേക്കും സത്യമാണോടാ? ആദർശ ഏട്ടൻ കുറച്ചു മുമ്പ് എത്തി എന്ന് പറഞ്ഞപ്പോൾ ആളെത്തിയോ? ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ എന്ന് അനി ചോദിക്കുമ്പോൾ എടി ഞാനിത് ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് ഇത് പറയേണ്ടതെന്ന് ചോദിക്കുക അനിയെ. എടാ ഈ സമയത്തൊക്കെ നീ എന്നെ വിളിച്ചെന്ന് അറിഞ്ഞാലേ അമ്മ എന്നെ നിർത്തി പൊരിക്കുമെന്ന് നന്ദു ഇങ്ങനെ പറയുമ്പം എടി ഇങ്ങനെയുള്ള കാര്യമായിട്ട് പറയാൻ വിളിച്ചതുകൊണ്ട് നിൻ്റെ അമ്മ ഒന്നും പറയാൻ പോണില്ല എന്ന് പറഞ്ഞു അനിയെ. എന്നാലും ഈ സമയത്ത് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നൊരു കാര്യം അങ്ങനെയാണെങ്കിൽ നയനേട്ടത്തി വിളിച്ചെന്ന് പറയണം, ആദർശേട്ടൻ്റെ കാര്യം പറയാനായിട്ടെന്ന് ചോദിച്ചപ്പോൾ പറയുമ്പം ഫസ്റ്റ് എങ്കിൽ പിന്നെ അമ്മ വിളിച്ച് നേരെ ചേച്ചിയോട് ചോദിക്കും എന്നെ വിളിച്ചായിരുന്നു എന്ന്. നിനക്കറിയില്ലേ? അപ്പോൾ പിന്നെ ചേച്ചി നിന്നെയും അമ്മ എന്നെയും സംശയിക്കാൻ തുടങ്ങിക്കോളൂവെന്നും നന്ദു പറയാം. എന്തായാലും ഇപ്പം അമ്മ വന്നില്ലല്ലോ, എനിക്കാണെങ്കിൽ ഇതുപോലെ ഒരു നല്ല വാർത്ത നിൻ്റെ അടുത്ത് എത്തിക്കാനും പറ്റിയല്ലോ എന്നും നന്ദുവിനോട് പറയാനി. പിന്നെ നിൻ്റെ നവ്യേച്ചിയും അഭിയും അല്ലെങ്കിൽ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, തൽക്കാലം അവരെ ഒന്നും അറിയിക്കേണ്ടതാണ് നയനേടത്തെയും വല്യമ്മയൊക്കെ പറഞ്ഞതെന്ന് നന്ദുവിനോട് പറയുമ്പം അതേതായാലും നന്നായി, കുറച്ച് ദിവസം അവർക്കൊന്ന് സന്തോഷിക്കട്ടെടാ എന്ന് നന്ദുവും പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും എന്നെ ഒന്ന് വന്ന് കാണാനുള്ള സന്മനസ്സം കാണിച്ചില്ല എൻ്റെ ചേച്ചി. അത്രയ്ക്ക് ദേഷ്യമാണ് എന്നോട് നയനേച്ചിയോടൊക്കെ ചേച്ചിക്കുള്ളതെന്ന് നന്ദു പറയുമ്പം അതറിയാവുന്നത് കൊണ്ടാണ് ആദർശേട്ടൻ പെട്ടെന്ന് അവരുടെ ഒന്നും മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തതെന്ന കാര്യം അനി പറയുവാണ്. അബിയെ ജയിലിലാക്കിയതിന് ദൈവം കൊടുത്ത ശിക്ഷയാ ആദർശേട്ടൻ്റെ ജയിൽവാസം എന്നൊക്കെയാണ് നിൻ്റെ ചേച്ചി പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുമ്പം അവരങ്ങനെയേ പറയത്തുള്ളടാ, വേറൊന്നും അവർ പറയില്ല. നിൻ്റെ വീട്ടിലേക്ക് എൻ്റെ ചേച്ചി വന്നപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമല്ലോ. ഇടക്കാലത്ത് ഒന്നും നന്നായതാ, അതും ഏതായാലും പോയി. എന്നുവെച്ചാൽ കുറുക്കൻ്റെ കൂടെയല്ലേ പിന്നെ എങ്ങനെ നന്നാവുക എന്ന് നേരം അനി നന്ദുവിനോട് ചോദിക്കുകയാണ്. അത് ഓർക്കുമ്പോഴാണ് ചേച്ചിയോട് എനിക്ക് സഹതാപം തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയുകയും ചെയ്തു. കഥ അറിയാതെ ആട്ടം കാണുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇവിടെ ഇപ്പോൾ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം എന്തായാലും കഥ അറിയാൻ നടന്ന അപ്പച്ചീപ്പെല്ലാം അറിഞ്ഞല്ലോ, അതുകൊണ്ടിപ്പോൾ അടങ്ങി ഒതുങ്ങിയ ജീവിക്കുന്നത് എന്ന് അനി നന്ദുവിനോട് പറയുമ്പം എൻ്റെ നയനേച്ചിയുടെ ഇപ്പോഴത്തെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും എന്ന് നന്ദു പറയാട്ടോ. അതേന്ന് അനിയും പറഞ്ഞു. പാവം എത്രമാത്രം വിഷമിച്ചതാ. ആദർശേട്ടൻ ജയിലിലാണ് എന്നറിഞ്ഞപ്പോൾ ഈ വീടിനകത്ത് മുഴുവനും ഒരു തരം ഇരുട്ടിലായിപ്പോയി വീട്. ഇപ്പം എന്തായാലും ഈ വീട്ടിലൊരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. ഈ സന്തോഷം നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ആഘോഷിക്കാമായിരുന്നു, പക്ഷെ നീ കിടപ്പിലായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആഘോഷങ്ങളെല്ലാം കൂടി മോൻ ഓർത്ത് വെച്ചോളാൻ നന്ദു അനിയോട് അന്നേരം പറയുകയും ചെയ്തു. ഒരു ദിവസം നമുക്ക് ഒന്നിച്ചെല്ലാം കൂടി അങ്ങ് ആഘോഷിക്കാമെന്നു. അപ്പം ശരിയടാ എന്നാ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ നന്ദു ഇവിടെയും സന്തോഷമായിട്ടിരിക്കുന്നു, അനി എവിടെയും സന്തോഷമായിട്ടിരിക്കുന്നു. ഈ സമയത്ത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നയന കോലം വരയ്ക്കാട്ടോ. അപ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു മകളുടെ അരികിലിരിക്കുക. അപ്പോൾ കുറച്ച് നേരം കൂടി എല്ലാവരും സന്തോഷിക്കട്ടെ അല്ലേ മോളെ എന്ന് ദേവയാനി പറയുമ്പോൾ അതെ, 1-2 ദിവസം ഇങ്ങനെ പോട്ടെ എന്നാ ആദർശേട്ടൻ പറയുന്നത് എന്ന് നയന ദേവയാനിയോട് പറഞ്ഞു. ഇന്നത്തെ കോലത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടല്ലോ എന്ന് ദേവയാനി ഇങ്ങനെ നയനോട് ചോദിച്ചിട്ട് മോളുടെ സന്തോഷം ഇതിലേ കാണാനുണ്ടെന്നും പറഞ്ഞു കേട്ടോ. അന്നേരം അത്രത്തോളം ഞാൻ തീ തിന്നില്ലേ അമ്മേ എന്ന് നയന അമ്മയോട് പറയാം. അപ്പോൾ അത് കേട്ടപ്പം ശരിയാണെന്ന് ആദർശനും ദേവയാനിക്കും അറിയാമല്ലോ. അപ്പോൾ ആദർശേട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ ചങ്കു പൊട്ടിയ ഒരവസ്ഥയായിരുന്നു എനിക്ക്. എങ്കിലും ആരായിരിക്കും മോളെ അങ്ങനെ തെറ്റായൊരു വാർത്തയൊക്കെ വിളിച്ചു പറഞ്ഞത് എന്ന് ദേവയാനി നയനോട് ചോദിച്ചു. അത് തെറ്റായ വാർത്തയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അമ്മേ, ഒരു പരിധി വരെ അത് ശരിയാണല്ലോ. ആദർശേട്ടൻ ജയിലിൽ പോവാതെ തലനാരി ഇഴയ്ക്കല്ലേ രക്ഷപ്പെട്ടത്. എന്നാലും ആദർശ് ജയിലിൽ പോയി എന്ന് കൃത്യമായിട്ട് വിളിച്ചു പറയാൻ ആരായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്ന് ദേവയാനി ചോദിക്കാം. അവിടെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ ആരും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞതെന്നും ദേവയാനി പറഞ്ഞു. അപ്പോൾ ആദർശേട്ടനെ ചതിയിൽപ്പെടുത്താൻ നോക്കിയവർ തന്നെയായിരിക്കും വിളിച്ചത് എന്ന് നയന പറയാം. അത് തന്നെയാണ് മോളെ സാധ്യത കൂടുതൽ. AM ജ്വല്ലറി ഗൾഫിൽ തഴച്ചു വളർന്നിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞത്. എന്ത് ചെയ്യാനാ അമ്മേ, പിന്നെ അത് എന്നോടും പറഞ്ഞു എന്നും ദേവയാനിയോട് നയന പറയാം. അതിൻ്റെ ടെൻഷൻ ശരിക്കും ആദർശേട്ടൻ നല്ലതുപോലെ ഉണ്ടെന്നും. അവരുടെ പരസ്യത്തിനാണല്ലോ മോളെ നവ്യ ഇപ്പം ഇവിടുന്ന് പോയിരിക്കുന്നത്. അപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലമ്മേ, നമ്മളോടൊക്കെ ചേച്ചിക്ക് ഇപ്പോൾ പകയും പ്രതികാരവും മാത്രമേ ഉള്ളൂ, നല്ലൊരു വികാരം പോലും ഇല്ല. അപ്പച്ചിയുടെ നാവടപ്പിച്ചതുപോലെ ചേച്ചിയെ നിശബ്ദയാക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്നും നയന ദേവയാനിയോട് പറയണു. നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്താൽ തന്നെ നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ കരയേണ്ടി വരുന്നത് എന്ന് നയന പറയുമ്പം ശരിയാണെന്ന് സമ്മതിച്ചു ദേവയാനി. അബിക്കും അവൻ്റെ അമ്മയ്ക്കും ചേച്ചി ഒരു വിഷയമേ അല്ല.
എങ്ങനെയും ചേച്ചി ഒഴിവാക്കണമെന്നാ അബിക്കിപ്പോൾ ഉള്ളൂ. അവൻ അതിനു വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞിനോടും ചേച്ചിയോടും അവൻ കാണിക്കുന്ന ഈ ഒരു സ്നേഹം അത് അവൻ്റെ വെറും അഭിനയം മാത്രമാണ്. അത് ചേച്ചി മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു. അവനെയും ജലജി ഇപ്പം തള്ളാനും പറ്റുന്നില്ല, കൊള്ളാനും പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ മോളെ എന്ന് ദേവയാനി ഇങ്ങനെ നയനയോട് പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നവീനയാണ്. അപ്പം നവീനാണെങ്കിൽ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുക. അവിടെ ചെല്ലുമ്പോൾ അവളുടെ അച്ഛനെയും അമ്മയും കാണാം. അതുപോലെ കല്യാണക്കാര്യങ്ങൾ വല്ലതും സംസാരിക്കുകയാണെങ്കിൽ ഒരു സൂചന അങ്ങ് ഇട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ. അവളുമായിട്ടുള്ള സൗഹൃദവും കൂടിക്കാഴ്ചയെല്ലാം വളരെ നല്ലതാണെന്നും പ്രത്യേകിച്ച് അനി എന്നെക്കുറിച്ച് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഓരോ കൂടിക്കാഴ്ചയിലും എൻ്റെ മുഖം അവളുടെ മനസ്സിൽ പതിയട്ടെ എന്നൊക്കെ നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അനി അവിടെ മനസ്സിൽ വിങ്ങിപ്പൊട്ടി ഇങ്ങനെ ദുഃഖങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ നന്ദുവിൻ്റെ കാര്യത്തിൽ. അപ്പം അവളിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അവിടേക്ക് ചെല്ലാതിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനിയും ചിന്തിക്കാം. ഏട്ടത്തിയുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അത് ഇഷ്ടമല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ അവൾ എന്നെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞില്ല എന്ന് നടിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് ടെൻഷനാണെങ്കിലും എന്നെ കാണുമ്പോൾ അവൾക്ക് ഞാൻ അനുഭവിക്കുന്ന അതേ സന്തോഷം തന്നെ ആയിരിക്കുമെന്ന് അനി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അല്ലെങ്കിൽ തന്നെ ഇനി അവളെ കാണാതിരുന്നാൽ എനിക്കിനി ഉറക്കം പോലും വരില്ല. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും ഇടിച്ചു കയറി ചെല്ലുക തന്നെ നിവർത്തിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അനിയും ദേ പോണു. അങ്ങനെ രണ്ടുപേരും കൂടെ നന്ദുവിനെ കാണാൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മുടെ അനി പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ നവീൻ അങ്ങ് പോണത് കണ്ടു. ഇനി ഇവനും അങ്ങോട്ടേക്ക് എങ്ങനെ ആണോ? ആകെ പ്രേമം തലയ്ക്ക് പിടിച്ച് നടക്കുകയാണല്ലോ അവൻ. ഇതുവരെ അവൻ്റെ നാവിൽ നിന്നൊന്നും വീണിട്ടില്ല. ഇനി വീഴുമോ എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷനായിട്ട് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുന്നു. അവൻ കാരണം എനിക്ക് സ്വസ്ഥതയില്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവീൻ ആദ്യം വീട്ടിൽ ചെന്നു. അപ്പോൾ അച്ഛൻ, അതായത് ഗോവിന്ദേട്ടൻ അവിടെ നിന്ന് ചിത്രത്തിന് പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രതിമയ്ക്ക് ചിത്രത്തിനൊക്കെ. അപ്പോൾ വന്നു നവീൻ വണ്ടി നിർത്തിയപ്പോൾ അച്ഛൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ നവീനെ കണ്ടു. ഇത് ആരാ? നവീൻ മോനോ? കയറി വാ എന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹമായി ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് വിളിച്ചിരുത്തുകയൊക്കെ ചെയ്തു. നവീന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്പം നന്ദുവിനെന്ന് ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല മോനെ, സുഖമായിരിക്കുന്നു. നടക്കാൻ ചെറിയ ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും കനക, മോനോ? അയ്യോ, മോനെക്കുറിച്ച് ഇപ്പം ഞാനും നന്ദുവേട്ടനും സംസാരിച്ചതേ ഉള്ളൂ എന്ന് കനക പറയുമ്പം എന്താ സംസാരിച്ചതെന്ന് ചോദിച്ചു. അല്ല, മോനെ പോലെ ഒരു വക്കീലിനെ കിട്ടിയതേ ഒരു ധൈര്യമാണെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കനക പറയുമ്പോൾ അവളുടെ സ്വഭാവം മോൻ അറിയാലോ, തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്നത് കൊണ്ട് കേസും വഴക്കുമൊക്കെ മുറ പോലെ നടക്കും എന്ന് കനക പറയുകയാണ്. ആ സമയത്ത് മോനെപ്പോലെ ഒരാളെ സഹായത്തിനുള്ളത് വളരെ നല്ലതല്ലേ എന്നൊക്കെ കനക പറഞ്ഞപ്പോൾ നന്ദുവിൻ്റെ സ്വഭാവം എനിക്ക് പണ്ടേ അറിയാമല്ലോ, അവൾ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ലല്ലോ എന്ന് പറയുമ്പം അതെ, പക്ഷേ മറ്റുള്ളവർ വേദനിക്കുന്നത് കണ്ട അതിൻ്റെ കാരണം അവൾ തേടും. അത് പരിഹരിക്കാൻ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ കേസും വഴക്കൊക്കെ സ്വാഭാവികമല്ലേ എന്ന് നവീൻ പറഞ്ഞു. പേടിയാണ് മോനെ, തെറ്റ് ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നത് കൊണ്ട് ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം. അതുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മടങ്ങി വരുന്നത് വരെ ഒരു സമാധാനവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന് ഗോവിന്ദേട്ടൻ നവീനോട് പറയാം. പിന്നെ കല്യാണപ്രായമൊക്കെ ആയല്ലോ മോനെ, പക്ഷേ അവളുടെ സ്വഭാവം മനസ്സിലാക്കി ഒരാൾ വരണം എന്ന് കനക നവീനോട് പറയുകയും ചെയ്തു. എങ്കിലേ ധൈര്യത്തോടെ അവളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പോലും പറ്റത്തുള്ളൂ. അങ്ങനെ ആരുടെയെങ്കിലും ആലോചന വന്നോ ആൻറ്റി എന്നിങ്ങനെ നവീൻ അന്നേരം ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കനക. അപ്പം ഇതുവരെ വന്നിട്ടില്ല മോനെ എന്നും പറഞ്ഞുകൊണ്ട് കനക. ഞങ്ങൾ ഓരോ ബന്ധങ്ങളൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അവൾ പിടി തരുന്നില്ല എന്നിങ്ങനെ കനക പറയുമ്പോൾ ഓ എന്നും പറഞ്ഞിരിക്കുന്ന നവീൻ. നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ, സമയം കിട്ടുമ്പോൾ അവളെ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞു ഗോവിന്ദേട്ടൻ. പിന്നെ അതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, മോൻ്റെ കല്യാണക്കാര്യം എന്തായെന്ന് ചോദിക്കുമ്പം ഒന്നും ആയില്ല ആൻറ്റി, അമ്മയും അച്ഛനും മുത്തശ്ശനും ഒക്കെ അതിനു വേണ്ടി എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് നവീൻ എന്നിട്ട് ഇവരോട് പറഞ്ഞു. അപ്പോൾ പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ മോനെ, കുടുംബവും നല്ലതല്ലേ, പിന്നിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ല അതുമാത്രമാണോ, ഈ നാട്ടിലെ ഏറ്റവും പേര് കേട്ട വക്കീലല്ലേ മോൻ? അപ്പോൾ നവീൻ ഒന്ന് ചിരിച്ചു. മൂർത്തി സാറിനെയും കുടുംബത്തെയും കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതോടെ മോൻ്റെ പ്രശസ്തി ഉയർന്നിട്ടുണ്ടെന്നൊക്കെ കനക പറയുക. അതിനു മുൻപും അത്യാവശ്യം പേരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നവീൻ പറയുക. എന്ന് വെച്ചാൽ പേരെടുത്തൊരു വക്കീലിൻ്റെ കൊച്ചുമോനല്ലേ, അതുകൊണ്ട് കേസിന് പഞ്ഞൊന്നുമില്ല എന്ന് നവീൻ പറയും ഇവരോട്. പിന്നെ ഈ പറഞ്ഞതുപോലെ അനിയുടെ കേസ് ജയിച്ചതോടെ നിന്ന് തിരിയാൻ സമയമില്ലാന്നായി എന്ന് മാത്രം. എന്ന് വെച്ചാൽ പെണ്ണ് കേട്ടാണെന്ന് മറന്നുപോയേക്കരുത് കേട്ടോ എന്ന് ഗോവിന്ദേട്ടൻ പറയുക. അയ്യോ അതൊരിക്കലും ഇല്ല, എന്തായാലും അമ്മയ്ക്കൊരു മരുമകളെ കൊടുത്തേ പറ്റുള്ളൂ എന്ന് നവീൻ പറയാം. നന്ദുവിനെ പോലെ തൻ്റെ ഇടവും ധൈര്യമൊക്കെയുള്ള ഒരു പെൺകുട്ടിയെ കെട്ടണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്ന് നവീൻ ഇവരോട് പറയുമ്പം എന്നും പറഞ്ഞിട്ട് നിൽക്കും ഇവർ രണ്ടുപേരും. ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ, പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇന്നത്തെ കാലത്തെന്ന് നവീൻ പറയുമ്പം ശരിയാന്ന് പറഞ്ഞു കനകം.
പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് അത്തരം പെൺകുട്ടികളോട് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞു നവീൻ. മോനെ, കുടുംബത്തിലുള്ളവരുടെ താല്പര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഒരാളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ എന്ന് അന്നേരം ഗോവിന്ദേട്ടൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്നും പൊരുത്തക്കേടും വഴക്കും ഒക്കെ ആയിരിക്കും വീട്ടിനകത്ത് എന്നൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞു കൊടുക്കാം. അല്ല, ഈ വിവാഹം നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നടക്കണമെന്നില്ലല്ലോ മോനെ എന്ന് കനക പറഞ്ഞു. നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം വീട്ടിലുള്ളവരെയൊക്കെ മനസ്സിലാക്കി നമ്മളിൽ ഒരാളായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയ ഭാഗ്യമാണെന്നും കനക പറയാം. അപ്പം ഞാനെന്നാ നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ നമ്മുടെ നന്ദുവിനെ കാണാൻ റൂമിലേക്ക് കയറി പോവുക. അപ്പം നവീൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി, വക്കീലാണെങ്കിലും അതിൻ്റെ തലക്കനമൊന്നും ഇല്ല കേട്ടോ ഒന്ന് ഗോവിന്ദേട്ടൻ പറയാം. നരസിംഹൻ സാറിൻ്റെ കൊച്ചുമോനല്ലേ ഗോവിന്ദേട്ടാ, അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ പയ്യനുണ്ടാകുമെന്ന് കനക പറയാം. അപ്പോൾ നന്ദു ഇങ്ങനെ ഇരിക്കുന്നു. നന്ദുവിൻ്റെ അടുത്തേക്ക് നവീൻ ചെന്നു. ഇതായിരുന്നു നവീനേട്ടനോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിന് ഭയങ്കര സ്നേഹം. പഴയതുപോലെ വെളിയൊന്നുമില്ലെന്ന് പരാതിയില്ലേ, അപ്പം പിന്നെ നേരിട്ട് വന്ന് കാണാമെന്ന് വിചാരിച്ചു എന്ന് നവീൻ പറയുമ്പം അയ്യോ അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അല്ല, ഇന്ന് തിരക്കൊക്കെ കുറവായിരുന്നു, അപ്പം പിന്നെ കരുതി കുറച്ച് സമയം നന്ദുവിൻ്റെ അടുത്ത് വന്നിരിക്കാമെന്നുള്ളത്. അപ്പോൾ നന്നായി, എന്തായാലും ആരൊക്കെയൊക്കെ ഇങ്ങനെ വരുന്നതേ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഇരിപ്പേ വല്ലാത്തൊരു ബോറ് പിടിച്ച പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഇടയ്ക്ക് ഞാൻ നന്ദുവിൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇവിടെ കള്ളം കയറിയ കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അവരൊക്കെ സംശയിക്കുന്നത് പോലെ അത് നന്ദുവിനെ അപായപ്പെടുത്താൻ വന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് നവീനും പറയുന്നു. നന്ദുവിന് ചിരിയും വരുന്നുണ്ട്. അതെന്താ കേസാക്കിയില്ലേ നന്ദു? തൽക്കാലം കേസൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ തന്നെ ആരാ വന്നതെന്ന് അന്വേഷിച്ചോളാമെന്നും നന്ദു നവീനോട് പറയും കേട്ടോ. അപ്പം നവീൻ ഇങ്ങനെ ഞാനിങ്ങോട്ട് വന്നപ്പോഴേ നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ വിവാഹത്തെപ്പറ്റി തിരക്കായിരുന്നു എന്ന് നവീൻ നന്ദുവിനോട് പറയാം. നന്ദുവിനും അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു കേട്ടോ എന്ന് നവീൻ എന്നിട്ട് പറയുമ്പം എവിടെ കഴിഞ്ഞെന്ന്? ഇപ്പം പെൺകുട്ടികളെ ഒരു 10-27 വയസ്സാവാതെ വിവാഹത്തെ പറ്റി ചിന്തിക്കത്തേ ഇല്ല എന്നും നന്ദു നവീനോട് പറയാം. അപ്പോൾ നവീനൊന്ന് ചിരിച്ചു. ജീവിതം കുറച്ചൊന്ന് ആസ്വദിക്കട്ടെ നവീനേട്ടാ, എന്നിട്ട് മതി തളയ്ക്കപ്പെടുന്നതൊക്കെ എന്ന് പറയുമ്പം തളയ്ക്കപ്പെടാനോ? വിവാഹം എന്ന് പറയുന്നത് ഒരു തടവറയാണോ എന്നിങ്ങനെ നവീൻ ചോദിക്കുമ്പം അങ്ങനൊരു ചിന്ത പെൺകുട്ടികളിൽ വന്നതുകൊണ്ടാണല്ലോ വിവാഹത്തോട് അവർക്കിപ്പോൾ താല്പര്യമൊന്നും ഇല്ലാത്തതും കുറഞ്ഞു വന്നത്. അപ്പം നന്ദുവിനെ പോലെയുള്ള പെൺകുട്ടികളെ ആർക്കെങ്കിലും തളയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എത്ര തൻ്റെ കാണിച്ചു എന്ന് പറഞ്ഞാലും താലി കെട്ടിയ ഒരാളെ ഇട്ടെറിഞ്ഞ് പോകുമ്പോഴേ ആർക്കായാലും ഒരു വേദനയൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അയാളുടെ കുട്ടികളുടെ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ടാന്ന് നന്ദു പറഞ്ഞപ്പം പിന്നെ അത്തരം സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്ന് നന്ദു ചോദിച്ചു. എൻ്റെ പ്രൊഫഷനും വിവാഹവും തമ്മിൽ ഒത്തുപോവില്ല നവീനേട്ടാന്നൊക്കെ പറഞ്ഞപ്പം എന്താ പോലീസുകാരും വിവാഹം ഒന്നും കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു. അതൊക്കെയുണ്ട്, പക്ഷെ ഞാനൊരു അഗ്രസീവായ പോലീസ് ഓഫീസറല്ലേ, അപ്പോൾ നീതി നടപ്പിലാക്കാൻ വേണ്ടി നടക്കുന്ന പോലീസുകാരൊക്കെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദു ഇങ്ങനെ നവീനോട് പറയുന്നു. അപകടം ഏത് വഴിയിലൂടെയാണ് വരുന്നതെന്നൊന്നും നമുക്കായിട്ട് പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞു. വിവാഹം കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളെയും ജീവിത പങ്കാളിയെയും ആയിരിക്കും ശത്രുക്കൾ ആക്രമിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പം പക്ഷെ നല്ല ബന്ധം വന്നാൽ നിൻ്റെ അച്ഛനും അമ്മയും കൈ കൊടുക്കില്ലേ എന്ന് നേരം നവീൻ ചോദിച്ചു. അവർ കൈ കൊടുത്താലും വിവാഹം കഴിക്കേണ്ടത് ഞാനല്ലേ എന്ന് നന്ദു നവീനോട് ചോദിക്കാം. എനിക്ക് 100% ഇഷ്ടപ്പെടാത്തൊരു ബന്ധം ഞാൻ തിരഞ്ഞെടുക്കില്ല എന്നും നന്ദു നവീനോട് പറഞ്ഞു. പിന്നെ വിവാഹം കഴിക്കുന്ന ആളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടേ ഞാൻ അയാളുടെ മുന്നിൽ താലി കെട്ടാനായിട്ട് ഇരുന്ന് കൊടുക്കത്തുള്ളൂ എന്നും നന്ദു പറഞ്ഞു. അപ്പോൾ അടുത്തറിയാവുന്ന ആളാണെങ്കിൽ ഓക്കെ ആണല്ലേ എന്നിങ്ങനെ നമ്മുടെ നവീൻ ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങനെ നവീനെ നോക്കുന്നു. നവീനാണെങ്കിൽ കുറേശ്ശെ തന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ ഒരു ഉൾപ്പേടിയുണ്ട് നവീന്, നന്ദു എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു പേടി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ബൈ ബൈ ടാറ്റാ.